നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. യമനിൽ കൊലക്കുറ്റത്തിന് ജയിലിലായ നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16-നെന്ന് റിപ്പോർട്ട്. വാർത്ത സ്ഥിരീകരിച്ച് ഇന്ത്യൻ എംബസി. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ അവസാന ശ്രമവുമായി ആക്ഷൻ കൗൺസിൽ. ദുബായിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യൻ ആധിപത്യം. ബിരുദാനന്തര കോഴ്സുകൾ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 40%-ലേറെയും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ. രാജ്യത്ത് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ 24 മണിക്കൂർ പണിമുടക്ക് തുടങ്ങി. ഡയസ്നോൺ പ്രഖ്യാപിച്ച സംസ്ഥാനം. KSRTCയിലും ഡയസ്നോൺ. കേരള സർവകലാശാല VC-ക്കെതിരായ SFIയുടെ സമരം അക്രമാസക്തം. ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർ VC-യുടെ മുറി ഉപരോധിച്ചു. സമരത്തിന് പിന്തുണയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഫിഫ ക്ലബ് ലോകകപ്പ് ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. ചെൽസി ഫ്ലൂമിനൻസിനെ നേരിടും. മത്സരം രാത്രി 12:30 മുതൽ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16-ന് നടത്തുമെന്ന് റിപ്പോർട്ട്. ജയിലധികൃതർക്ക് ഇത് സംബന്ധിച്ച് ഉത്തരവ് കിട്ടി. ഉത്തരവ് സ്ഥിരീകരിച്ച് ഇന്ത്യൻ എംബസിയും. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ നിലവിൽ സനയിലെ ജയിലിലാണുള്ളത്. യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദി കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16-ന് നടപ്പാക്കും. ഇതു സംബന്ധിച്ച ഉത്തരവിൽ യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവച്ചു. ജയിൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച് ഉത്തരവ് കിട്ടിയെന്നാണ് വിവരം. വധശിക്ഷ റദ്ദാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ജയിലിൽ ഉത്തരവെത്തിയത്. ഇന്ത്യൻ എംബസി ഇക്കാര്യം സ്ഥിരീകരിച്ചതായി യമനിലെ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന സാമുവൽ ജോൺ അറിയിച്ചു. വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായ വഴികളെല്ലാം അടഞ്ഞതായും സനായിലുള്ള തലാലിന്റെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം പറഞ്ഞു. ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണ്. $10 ലക്ഷം നൽകാമെന്നാണ് യമൻ പൗരന്റെ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ യമനിൽ ജോലി ചെയ്യുന്നതിനിടെ അവിടുത്തെ പൗരനായ അബ്ദു മഹ്ദിയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2017 ജൂലൈയിൽ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നാണ് കേസ്. സംഭവശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായ നിമിഷപ്രിയയെ വിചാരണയ്ക്ക് ശേഷം 2018-ലാണ് യമൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ശക്തമായി ഇടപെടുമെന്ന് സേവ് നിമിഷപ്രിയ ഫോറം ചെയർമാനായ K. ബാബു MLA കോഴിക്കോട് പറഞ്ഞു. ദിയാദനത്തിന്റെ കാര്യത്തിൽ പലതവണ ചർച്ചകൾ നടത്താൻ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ഇന്ന് തന്നെ യമനിലേക്ക് തിരിക്കുമെന്നും നെന്മാറ MLA വ്യക്തമാക്കി. നിമിഷപ്രിയ ഫോറത്തിലുള്ള അംഗങ്ങൾക്ക് മാത്രമല്ല മലയാളികളുടെ മനസ്സിലൊക്കെ ഒരു വലിയ വേദനയുണ്ടാക്കുന്ന തരത്തിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വസ്തുത എന്ന് പറഞ്ഞാൽ യമൻ പൗരൻ തലാൽ ആ കൊല ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി അവിടെ വർഷങ്ങളായി വിചാരണയ്ക്കൊടുവിലാണ് ഇത്തരത്തിലൊരു ഫോറം രൂപീകരിച്ച് അതിൽ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചു. ദുബായിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യൻ ആധിപത്യം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും എണ്ണത്തിൽ ഇന്ത്യക്കാരാണ് 3-ലെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ദുബായിൽ ബിരുദാനന്തര കോഴ്സുകൾ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 40%-ലേറെയും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ദുബായിലെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് 2024-25 അധ്യയന വർഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ കണക്ക് പുറത്തുവിട്ടത്. ഇതുപ്രകാരം ബിരുദാനന്തര പഠനത്തിനായി ദുബായിലെ കോളേജുകൾ തിരഞ്ഞെടുത്ത വിദേശ വിദ്യാർത്ഥികളിൽ 43%-വും ഇന്ത്യക്കാരാണ്. റഷ്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ളവർ 6%, ചൈനക്കാർ 4%, കസാഖിസ്ഥാനിൽ നിന്നുള്ളവർ 3% എന്നിങ്ങനെയാണ് കണക്കുകൾ. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ അധ്യയന വർഷത്തേക്കാൾ 4%-ലേറെ വർധനവുണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ദുബായിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ എണ്ണത്തിലും ഇന്ത്യക്കാർ തന്നെയാണ് മുന്നിൽ, 29%-ലേറെ. ഈ അധ്യയന വർഷത്തിൽ ദുബായിലെ 37 വിദേശ സർവകലാശാല ക്യാമ്പസുകൾ ഉൾപ്പെടെയുള്ള 41 സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി 47,026 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്.
ദുബായിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ക്രമാനുഗതമായ വളർച്ച നേടുന്നുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷത്തേക്കാൾ 12% വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി ദുബായിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് തുടങ്ങി. ആശുപത്രി, പാൽ, പത്രം തുടങ്ങി അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് SFI നടത്തിയ യൂണിവേഴ്സിറ്റി മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തകർത്ത് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ പ്രവേശിച്ച പ്രവർത്തകർ വൈസ് ചാൻസലറുടെ മുറിക്ക് പുറത്ത് ഹാളിൽ ഉപരോധം തീർത്തു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതിഷേധത്തിന് പിന്തുണയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യൂണിവേഴ്സിറ്റിയിലെത്തി. രജിസ്ട്രാർ ഗവർണർ പോര് തുടരുന്നതിനിടയിലാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് SFI യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് ഇടിച്ചു കയറി. ഇതിനിടെ നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂണിവേഴ്സിറ്റിയുടെ വാതിലടച്ച് പോലീസ് പ്രതിരോധം തീർത്തെങ്കിലും വനിതകൾ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക പ്രവർത്തകരും ജനലുകൾ വഴി യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. തുടർന്നാണ് ചാൻസലറുടെ ഓഫീസിന് മുന്നിലെ വരാന്തയിൽ പ്രവർത്തകർ ഉപരോധം തീർത്തത്. ഒരു മണിക്കൂറോളം തുടർന്ന പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് പ്രവർത്തകരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്തു നീക്കി. CPMന്റെ പൂർണ്ണ പിന്തുണ SFIക്കുണ്ടെന്നും RSSന്റെ തിട്ടൂരം അംഗീകരിക്കാൻ കഴിയില്ലെന്നും സമരത്തിന് പിന്തുണയുമായി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രോ വൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം. തോന്നിയ പോലെ എന്ത് തോന്നിയാസം കളിച്ചാൽ അതെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒന്നും അതിനെ വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വരും ദിവസങ്ങളിലും വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനും ഗവർണർക്കുമെതിരായ പ്രതിഷേധം തുടരുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി M ശിവപ്രസാദ് അറിയിച്ചു. മറ്റന്നാൾ തുടർന്നുള്ള മാർച്ച് കേരള യൂണിവേഴ്സിറ്റിയിലേക്കും ഒപ്പം തന്നെ രാജ്ഭവനിലേക്കും തുടർന്ന് മാർച്ച് SFI നേതൃത്വത്തിൽ ഇതുപോലെ തന്നെ സംഘടിപ്പിക്കും. ഒരിഞ്ച് SFI പുറകോട്ട് പോകില്ല. ആ ഉന്നത വിദ്യാഭ്യാസത്തെ ഒന്ന് തകർത്ത് കളഞ്ഞ് കേരളത്തിനകത്ത് അങ്ങ് ഇറങ്ങി നടക്കാമെന്ന് തെക്കുവടക്ക് നടക്കാം എന്നൊരു ഗവർണറും കരുതേണ്ടതില്ല. സംസ്ഥാന വ്യാപകമായി SFI നടത്തിയ യൂണിവേഴ്സിറ്റി മാർച്ചുകളുടെ ഭാഗമായാണ് കേരള യൂണിവേഴ്സിറ്റിയിലേക്കും SFI മാർച്ചും ധർണയും നടത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായിസമാണ് SFIയുടെ നേതൃത്വത്തിൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPMന്റെ റെഡ് വോളണ്ടിയർമാരെ പോലെ SFI പ്രവർത്തകരുടെ ആക്രമണത്തിന് കേരള പോലീസും കൂട്ടുനിന്നു. വിവിധ ആവശ്യങ്ങൾക്ക് സർവകലാശാലകളിലെത്തിയ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും സമരത്തിന്റെ മറവിൽ SFI ക്രിമിനൽ സംഘം ആക്രമിച്ചു. സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ് ഈ സർക്കാർ ഉണ്ടാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഷാർജയിൽ ട്രാഫിക് പിഴകളിൽ ഇളവ് പ്രഖ്യാപിച്ചു. ട്രാഫിക് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്ത് 60 ദിവസത്തിനകം പിഴയടച്ചാൽ 35% ഇളവ് ലഭിക്കും. ഷാർജ ഉപഭരണാധികാരിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സാലിം അൽ ഖാസ്മിയുടെ അധ്യക്ഷതയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിൻ്റെതാണ് തീരുമാനം. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ കസ്റ്റഡി കാലാവധി, പിടിച്ചെടുത്ത വാഹനങ്ങളുടെ പിഴത്തുക എന്നിവയിലും സമാനമായ ഇളവ് ലഭിക്കും. 6 മാസത്തിൽ കൂടുതലോ 1 വർഷത്തിനകമോ പിഴയടച്ചാൽ 25% ഇളവായിരിക്കും ലഭിക്കുക. സീരിയസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്ത എല്ലാ ട്രാഫിക് നിയമലംഘനങ്ങൾക്കും ഇളവ് ലഭിക്കാൻ അർഹതയുണ്ട്. സൗദിയിലെ ജിസാൻ മേഖലയിലെ ഇന്ത്യക്കാർക്ക് വിവിധ കോൺസുലേറ്റ് അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ കോൺസുലർമാരുടെ സംഘം ഈ മാസം 11-ന് ജിസാൻ സന്ദർശിക്കുമെന്ന് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതർ അറിയിച്ചു. കോൺസുലേറ്റ് VFS ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന സന്ദർശന പരിപാടി ജിസാൻ പ്രിൻസ് മുഹമ്മദ് നാസർ സ്ട്രീറ്റിലെ ജിസാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന VFS പാസ്പോർട്ട് സേവന കേന്ദ്രത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ കോൺസുലേറ്റ് സേവനങ്ങൾക്കുമുള്ള അപേക്ഷകൾ ജൂലൈ 11-ന് വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ സ്വീകരിക്കും.
കുവൈറ്റിലെ ഉപയോഗിച്ച വാഹനങ്ങൾ വിൽക്കുന്നതിനായി പ്രത്യേക സ്ഥലം നൽകാനൊരുങ്ങി പൊതുമരാമത്ത് മന്ത്രാലയം. അങ്കാര കാർ ലേല പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച സാങ്കേതികവും സാമ്പത്തികവുമായ ടെൻഡർ സമർപ്പിക്കുന്ന കമ്പനിക്ക് കരാർ നൽകാനുള്ള നടപടികൾ മന്ത്രാലയം ആരംഭിച്ചു. ഏറ്റവും മികച്ച നിർദ്ദേശം തിരഞ്ഞെടുക്കുന്നതോടെ കരാർ നൽകുകയും പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഹറാജ് പ്രോജക്ട് എന്നും അറിയപ്പെടുന്ന ഈ പദ്ധതി കുവൈറ്റിലെ സെക്കൻഡ് ഹാൻഡ് കാർ വിപണനത്തിന് ഒരു സുരക്ഷിതവും ചിട്ടയായതുമായ ഇടം ഒരുക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ 6.8% വളർച്ച രേഖപ്പെടുത്തി. 2025 ആദ്യ പകുതിയിൽ തന്നെ യാത്രക്കാരുടെ എണ്ണം 2.55 കോടി കവിഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഈ വർഷം 6.8% വളർച്ചയാണ് കാണിക്കുന്നത്. 6 മാസത്തിനിടെ എയർപോർട്ടിൽ 2.97 കോടി ബാഗേജുകൾ കൈകാര്യം ചെയ്തു. ബാഗേജുകളുടെ എണ്ണത്തിൽ 11.9% വർധനവാണ് രേഖപ്പെടുത്തിയത്. 48 ലക്ഷം ബോട്ടിൽ സംസം വെള്ളം യാത്രക്കാർക്ക് വിതരണം ചെയ്തു. വിമാനത്താവളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രവർത്തന ദിനം ഏപ്രിൽ 5 രേഖപ്പെടുത്തി. അന്ന് 1,78,000 യാത്രക്കാരെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. 2030ഓടെ 10 കോടിയിലേറെ യാത്രക്കാർക്ക് സേവനം നൽകുക, വ്യോമയാന ഇതര വരുമാന വിഹിതം 45% വർദ്ധിപ്പിക്കുക തുടങ്ങിയവ ലക്ഷ്യമിടുന്നതായി ജിദ്ദ എയർപോർട്ട് കമ്പനി പറഞ്ഞു. കുവൈറ്റിൽ കുഴിബോംബ് സ്ഫോടനത്തെ തുടർന്ന് 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അബ്ദലി മരു പ്രദേശത്ത് പരിക്കേറ്റ 3 പേരെയും എയർ ആംബുലൻസ് വഴിയാണ് ജഹ്റ സബാഹ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോയത്. ഇറാഖി അധിനിവേശ കാലത്ത് സ്ഥാപിച്ച കുഴിബോംബുകളിൽ അബദ്ധത്തിൽ ചവിട്ടിയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കുവൈറ്റിലെ സൽമി അതിർത്തിയിൽ കുട്ടികളെ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ഒരു സ്വദേശി കുടുംബത്തിലെ അംഗങ്ങളെയും ആഭ്യന്തര മന്ത്രാലയം കസ്റ്റഡിയിലെടുത്തു. അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ച 4 കുട്ടികളെ ഒളിപ്പിച്ചു കടത്തിയ സംഭവത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. വാഹനത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ കുട്ടികളെ സൗദി അധികൃതർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വാഹനത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ 4 കുട്ടികളെ സൗദി സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. പാസ്പോർട്ട് ഇല്ലാതെ അതിർത്തിയിലെത്തിയ കുടുംബം അനധികൃതമായി കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുവൈത്ത് സുരക്ഷാ സേനയെ വിവരം അറിയിക്കുന്നതുവരെ സൗദി അധികൃതർ പ്രതികളെ താൽക്കാലികമായി തടങ്കിൽ വെക്കുകയും പിന്നീട് ബന്ധപ്പെട്ടവർക്ക് കൈമാറുകയും ചെയ്തു. ഗാസയിലെ മനുഷ്യരുടെ ദുരിതങ്ങൾ അവഗണിക്കാൻ കഴിയില്ലെന്ന് 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ സൗദി വിദേശമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ. ഈ പ്രതിസന്ധി അവസാനിപ്പിക്കാനും അന്താരാഷ്ട്ര നിയമത്തിനനുസൃതമായി ദ്വിരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കി സമാധാനം കൈവരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കാൻ നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം അനുസരിച്ച് പൂർവിക സ്വത്തിൽ പെൺമക്കൾക്കും തുല്യ അവകാശമാണ്. 1975 മരുമക്കത്തായ അബോളിഷൻ ആക്ടിനെതിരെയാണ് കോടതിയുടെ നിർണായക വിധി. കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന വിമുഖതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി BJP. പൊതുജനങ്ങൾക്കേറെ ഗുണം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ വയോജന ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത്, വയോവന്ദന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ തയ്യാറാകാത്തത്. കേന്ദ്ര സർക്കാർ പദ്ധതികളോടുള്ള രാഷ്ട്രീയ എതിർപ്പിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വരുമാന പരിധി ഇല്ലാതെ തന്നെ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് വയോവന്ദന നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത്. 2018 സെപ്റ്റംബറിൽ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയിൽ സംസ്ഥാനത്ത് 10 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് വയോവന്ദന കാർഡ് എടുത്തിട്ടുള്ളത്. 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് പദ്ധതി വിഹിതം. 90% കേന്ദ്ര സർക്കാർ നൽകണമെന്നാവശ്യപ്പെട്ടാണ് പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത്. സമാന രീതിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി അടക്കം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്ന ആരോപണവുമുണ്ട്. സ്വന്തം നിലയിൽ കാരുണ്യ ഇൻഷുറൻസും മെഡിസിപ്പ് പദ്ധതിയും ഉണ്ടെന്ന് പറയുമ്പോഴും 500 കോടി രൂപയുടെ കുടിശ്ശികയുള്ളതിനാൽ മെഡിക്കൽ കോളേജുകൾ സാധാരണക്കാർക്ക് ചികിത്സ നൽകുന്നതിൽ നിന്നും പിന്മാറുകയാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ നടപ്പാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശവും സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടില്ല. ചികിത്സാ മേഖലയിൽ പതോളജി ലാബുകൾ, ICU, ബ്ലോക്ക് ലെവൽ ആശുപത്രികൾ, ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം എന്നിവ ആരംഭിക്കുന്നതാണ് ഈ പദ്ധതി. ഇതിന്റെ ആദ്യ ഗഡു സംസ്ഥാന സർക്കാർ കൈപ്പറ്റിയതായാണ് വിവരം. വിവിധ കേന്ദ്ര ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പാക്കാത്ത സർക്കാർ നടപടി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് BJP തീരുമാനം. ഇതിനെതിരെ ജനകീയ പ്രതിഷേധം നടത്താനും പാർട്ടി തയ്യാറെടുക്കുകയാണ്.
ഈ ജനങ്ങളോടുള്ള ഒരു ക്രൂരത എന്ന കണക്ക്, ഒരു വഞ്ചന എന്ന കണക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കാനോ അതുമായി മുന്നോട്ട് പോകാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. ഇത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. ഒരു വൃദ്ധനായ മനുഷ്യന് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ വർഷം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന് മാത്രമല്ല ഒരു സംതൃപ്തി ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് സകലമാന ജനതയ്ക്കും ഒരു ആശ്വാസം നൽകുന്ന വലിയ ഒരു സ്വപ്ന പദ്ധതിയാണ് വയോബന്ധന ആയുഷ്മാൻ ഭാരതിൻ്റെ പദ്ധതി. ആ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നത്. കേരളത്തിൽ മുഴുവൻ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ ക്ഷേമ പദ്ധതികൾ കേരളത്തിന് ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിന് പാർട്ടി നേതൃത്വം നൽകാൻ പോവുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടി വിൻസി അലോഷ്യസിനോട് പരസ്യമായി മാപ്പ് പറഞ്ഞ നടൻ ഷൈൻ ടോം ചാക്കോ. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് ഷൈൻ. ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല, പല വാക്കുകളും തമാശയായി പറഞ്ഞതാണ്. അതേസമയം താൻ ആരാധിച്ച വ്യക്തിയിൽ നിന്ന് അപ്രതീക്ഷിതമായ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പരാതിയുമായി എത്തിയതെന്ന് വിൻസിയും പ്രതികരിച്ചു. ഷൈനിനോട് ബഹുമാനം മാത്രമാണെന്നും പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്തെന്നും ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഷൈനിൻ്റെ കുടുംബത്തെ വേദനപ്പെടുത്തിയതിൽ ദുഃഖമുണ്ടെന്നും വിൻസി കൂട്ടിച്ചേർത്തു. കാര്യം കേൾക്കുമ്പോഴും 5 പേരും 5 രീതിയിലാണ് എടുക്കുന്നത്. എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല. അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി. ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ്, മുന്നിൽ കണ്ട് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഷൈൻ ചേട്ടനാണ്. അടിപൊളി പെർഫോമറാണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല. പിന്നെ ഒരു സ്പേസിലുണ്ടായ ഒരു അനുഭവം എനിക്കത്ര, ഞാൻ നോക്കിക്കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു മനഃപൂർവ്വമായിരിക്കില്ല. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. സൗബിന് ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. മരട് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പരാതിക്കാരന് പണം നൽകിയതാണെന്ന് സൗബിൻ പറഞ്ഞു. ലാഭവിഹിതം നൽകാൻ തയ്യാറാണെന്നും സൗബിൻ പറഞ്ഞു. അരൂർ സ്വദേശി സിറാജ് നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠന സമയം മാറ്റിയതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. സർക്കാരിന്റെ ഈ തീരുമാനം 12 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ മദ്രസ പഠനത്തിന് തന്നെ ഭീഷണിയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് SKMMA സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. സ്കൂൾ സമയമാറ്റം കേരളത്തിലെ 11,000 മദ്രസകളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സമസ്തയുടെ എതിർപ്പ് നിലനിൽക്കെയാണ് സർക്കാർ 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളുടെ പഠന സമയം അരമണിക്കൂർ വർദ്ധിപ്പിച്ചത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മദ്രസകളുടെ മാനേജ്മെന്റ് കൂട്ടായ്മയായ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുന്നത്. ഹൈസ്കൂളുകളിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികളും മദ്രസയിൽ 6 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്നവരാണെന്നും സ്കൂളുകളിലെ സമയമാറ്റം അവരുടെ മദ്രസ പഠനത്തെ ബാധിക്കുമെന്നും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ അംഗങ്ങൾ പറയുന്നു. വിദ്യാഭ്യാസ ബോർഡിൻ്റെ മീറ്റിംഗ് ചേർന്ന് ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കണമെന്ന ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിനൊന്നും തന്നെ വ്യക്തമായ ഒരു മറുപടിയോ അതല്ലെങ്കിൽ ഒരാലോചനയോ കൂടിയാലോചനയോ ഒന്നുമില്ലാത്ത രീതിയിൽ ആ സമയമാറ്റ പ്രക്രിയ ഇവിടെ ഗവൺമെൻറ് നടപ്പാക്കുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് വ്യാഴാഴ്ച കോഴിക്കോട് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്നും SKMMA അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊച്ചിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. പുത്തൻകുരിശിൽ വെച്ചായിരുന്നു പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആരോഗ്യമേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് BJPയും പ്രതിഷേധ മാർച്ച് നടത്തി. അതേസമയം ബോധപൂർവം ആരോഗ്യമേഖലയെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിൽ വെച്ചാണ് മന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കുന്നത്തുനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ ജബ്ബാർ, സെക്രട്ടറി അഷിൻ പോൾ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആരോഗ്യമേഖലയിലെ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ BJPയും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. NIA ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു.
അതേസമയം ബോധപൂർവം ആരോഗ്യമേഖലയെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ തയ്യാറാകണമെന്നും തുറന്ന സംവാദത്തിലേക്ക് കടക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളെയും ആരോഗ്യ സംവിധാനത്തെയും മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് പ്രതിപക്ഷം അതിന് നേതൃത്വം നൽകുന്നു. അതിൽ ചില മാധ്യമങ്ങളും ഉണ്ട് എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. വാസ്തവത്തിൽ വലിയ മാറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൊരു മേഖലയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല. അത് ജനങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള വേദി ആണല്ലോ സമൂഹ മാധ്യമങ്ങൾ. ആ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ വസ്തുതകളുണ്ട്. ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതിലൊരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ആരോഗ്യമേഖലയിലെ മാറ്റങ്ങളെപ്പറ്റി ജനങ്ങൾ തന്നെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിപ്രായം ജനങ്ങൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സന്ദർശിച്ചു. ബിന്ദുവിന്റെ വീടിന്റെ നിർമ്മാണം NSSന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കരാർ കോൺട്രാക്ടർക്ക് കൈമാറി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടഭാഗം ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ഡി ബിന്ദുവിന്റെ വീട് നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള NSS യൂണിറ്റുകൾ ചേർന്ന് പൂർത്തീകരിച്ച് നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. തലയോലപ്പറമ്പ് ഉമ്മാങ്കുന്നിലുള്ള ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച മന്ത്രി ഇത് സംബന്ധിച്ച കരാർ കോൺട്രാക്ടർ അജിക്ക് കൈമാറി. CK ആശ MLA, NSS സംസ്ഥാന ഓഫീസർ ഡോക്ടർ RN അൻസാർ, മഹാത്മാഗാന്ധി സർവകലാശാല NSS കോർഡിനേറ്റർ ഡോക്ടർ EN ശിവദാസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. 12.80 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ നിർമ്മാണം ആരംഭിക്കും. 50 ദിവസത്തിനകം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് അവരോടൊപ്പമുണ്ട് എന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്. NSS വിദ്യാർത്ഥികൾ സമാഹരിക്കുന്ന തുകയ്ക്കൊപ്പം സുമനസുകളും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മി, ഭർത്താവ് വിശ്രുതൻ, മകൻ നവനീത് എന്നിവരുമായി മന്ത്രി സംസാരിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം പ്രഖ്യാപിച്ചു ബീഹാർ സർക്കാർ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് വനിതാ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ സുപ്രധാന തീരുമാനം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സ്ത്രീ സംവരണം സംബന്ധിച്ച് നിർണായക തീരുമാനമെടുത്തത്. സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തും. ബീഹാറിൽ സ്ഥിര താമസക്കാരായ സ്ത്രീകളായ ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലികളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളിൽ 35% സംവരണമാണ് ബീഹാർ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ എല്ലാ സർക്കാർ തസ്തികകളിലും സ്ത്രീകളുടെ സംവരണം 35%. യുവാക്കൾക്ക് തൊഴിലും വിദ്യാഭ്യാസ കാര്യങ്ങളും ഉറപ്പാക്കുന്നതിന് സർക്കാരിനെ ഉപദേശിക്കാൻ ബീഹാർ യൂത്ത് കമ്മീഷൻ രൂപീകരിക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയതിന് പിന്നാലെയുള്ള നിർണായക നടപടിയാണിത്. കഴിഞ്ഞ മാസം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയും സർക്കാർ ഉയർത്തിയിരുന്നു. 400 രൂപയിൽ നിന്ന് 1100 രൂപയായാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരിക്കും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയെന്നാണ് സൂചന. ഇതിനു മുന്നോടിയായാണ് NDA സർക്കാർ വനിതാ സംവരണം ഉൾപ്പെടെയുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. വനിതാ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് NDA സർക്കാരിന്റെ പുതിയ നീക്കം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്തെ നടുക്കിയ പെരുമൺ ട്രെയിൻ ദുരന്തമുണ്ടായിട്ട് ഇന്ന് 37 വർഷം. 1988 ജൂലൈ 8-നാണ് നാടിനെ നടുക്കിയ ട്രെയിൻ ദുരന്തമുണ്ടായത്. തിരുവനന്തപുരത്തേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസിന്റെ 10 കോച്ചുകൾ പെരുമൺ പാലത്തിൽ നിന്നും അഷ്ടമുടിക്കായലിലേക്ക് മറിയുകയായിരുന്നു. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിന്റെ എഞ്ചിൻ പെരുമൺ പാലം പിന്നിട്ട നിമിഷങ്ങൾക്കകം ബോഗികൾ അഷ്ടമുടിക്കായലിലേക്ക് പതിച്ചു. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ട്രെയിനിന്റെ 10 കോച്ചുകളാണ് കായലിലേക്ക് വീണത്. ദുരന്തത്തിൽ 105 പേർ മരിച്ചു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ദുരന്ത കാരണം അന്വേഷിക്കാൻ 2 കമ്മീഷനെ റെയിൽവേ നിയമിച്ചിരുന്നു. ആദ്യ റിപ്പോർട്ടിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകട കാരണം എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് റെയിൽവേയുടെ മുഖം രക്ഷിക്കാനായി കുറ്റം ചുഴലിക്കാറ്റിൽ ആരോപിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോഴും ഈ നാട്ടുകാർ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്ത് 2 തെങ്ങ് അന്നേ ഉള്ളതാണ് ഈ ചുരുണ്ട് വളരുന്നത്. ആ തെങ്ങ് കണ്ടുകൊണ്ട് അന്നത്തെ കമ്മീഷൻ ചുഴലിക്കാറ്റാന്ന് പറഞ്ഞ് ടൊർണാഡോ എന്ന് പറഞ്ഞ് എഴുതി വിട്ടതൊക്കെ അല്ല. അതിനകത്ത് അനാസ്ഥ എന്നാണ്, റെയിൽവേക്കാർ അനാസ്ഥ തന്നെയാണ് ഉണ്ടായത്. നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമായാണ് പെരുമൺ ദുരന്തത്തിൽപ്പെട്ട ഒട്ടേറെ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞത്. വണ്ടി മറിഞ്ഞെന്ന് പറയുമ്പോൾ ഒരു ആകാംക്ഷയോടാണ് നമ്മൾ വന്ന് നോക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴാണ്
നമ്മുടെ സഹോദരി, അതായത് എൻ്റെ ഒരു കൊച്ചച്ഛൻ്റെ മോള്, ഭർത്താവിൻ്റെ അനിയൻ, മോന, അവർ 3 പേരും നഷ്ടപ്പെട്ടു. പക്ഷേ നഷ്ടപ്പെട്ടത് മേഴ്സിക്കുട്ടിയുടെ കല്യാണത്തിന് വന്ന, മേഴ്സിക്കുട്ടി അമ്മയുടെ കല്യാണമായിരുന്നു അന്ന് ആ കല്യാണത്തിന് വന്ന വരവാണ് അവർ ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ദുഃഖം കൂടെ അറിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഒന്നും വയ്യാതായ. യഥാർത്ഥ ദുരന്ത കാരണം ഇന്നും അജ്ഞാതമായി തുടരുന്നു. ദുരന്ത സ്മാരകമായി നാട്ടുകാർ പാലത്തിന് സമീപം പെരുമണിലും പേഴുംതുരുത്തിലും ഓരോ സ്തൂപങ്ങൾ സ്ഥാപിച്ചിരുന്നു. പെരുമണിൽ പനയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപം സ്ഥാപിച്ചെങ്കിലും പെരുമൺ പേഴംതുരുത്ത് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട പെരുമണിലെ മണ്ഡപം പൊളിച്ചു നീക്കി. ദുരന്ത സ്മരണ പുതുക്കാൻ ചുരുക്കം ചിലർ എത്തുന്നതൊഴിച്ചാൽ പിന്നെ വാർത്തകളിലെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായി പെരുമൺ ട്രെയിൻ ദുരന്തം മാറിക്കഴിഞ്ഞു. അമൃത ന്യൂസ്, കൊല്ലം. വാശിയേറിയ പോരാട്ടങ്ങൾക്കും അട്ടിമറികൾക്കും ഒടുവിൽ ക്ലബ് ലോകകപ്പ് കലാശക്കൊട്ടിലേക്ക്. ആദ്യ ഫൈനലിസ്റ്റിന് ഇന്നറിയാം. ഫിഫ ക്ലബ് ലോകകപ്പിന്റെ ആദ്യ സെമി ഫൈനലിൽ ബ്രസീലിയൻ ക്ലബ് ഫ്ലൂമിനൻസ് ചെൽസിയെ നേരിടും. ക്വാർട്ടറിൽ സൗദി ക്ലബ് അൽ ഹിലാലിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഫ്ലൂമിനൻസിന്റെ സെമി പ്രവേശനം. ചെൽസി ഫ്ലൂമിനൻസ് മത്സരം രാത്രി 12:30 മുതലാണ്. വ്യാഴാഴ്ച നടക്കുന്ന 2ാം സെമിയിൽ PSG റയൽ മാഡ്രിഡിനെ നേരിടും. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.